ഇന്ന് സൺഡേ ആണ്, ഇന്ന് ജിമ്മില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് വർക്കൗട്ടൊന്നുമില്ല. പക്ഷേ ഡയറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കന് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മിൽക്കി മിസ്റ്റിൻ്റെ തൈര് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഫുള്ളായിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ചിക്കൻ മസാലയാണ്. കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് ആഡ് ചെയ്തു. എനിക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് കുറച്ച് മുളക് പൊടി, അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി, യെസ്. ഗരം മസാല പൗഡർ കുറച്ച് മതി കേട്ടോ. ഗരം മസാല പൗഡർ കുറച്ച്, കുരുമുളക് പൊടി ഒരു ഇത്തിരി മതി, യെസ്. കുറച്ച് പെരുംജീരകം, വലിയ ജീരകം കേട്ടോ, അതൊരു ഇത്തിരി മതി. ശരിക്കും അത് പൊടിച്ചിട്ടുണ്ടേ, നമ്മൾ പൊടിച്ചതില്ല നമ്മുടെ കയ്യിൽ. സോ കുറച്ച് പെരുംജീരകം, ഒരു ഇത്തിരി ഉപ്പ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ. സോ കറൻ്റ്ലി ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ബൂട്ട് സ്ട്രാപ്പ്, അതായത് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇതൊന്ന് മിക്സ് ചെയ്യാം, നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. എന്നിട്ടിത് നല്ല രീതിയിൽ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, നമ്മളൊരു ചിക്കൻ ലെഗും ഒരു ബ്രസ്റ്റ് പീസുമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ പ്രോട്ടീൻ കോള് ഓൾമോസ്റ്റ് ഇതിലൂടെ നമുക്ക് കിട്ടും. നമ്മൾ കുറേ നേരമൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല, ബിക്കോസ് നമ്മൾക്കധികം ടൈമില്ല. അപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. ഓക്കെ, സോ ഇത് റെഫ്രിജറേറ്ററിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് ആ ഒരു തണുപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ടുള്ള ഒരു 15 to 20 മിനിറ്റ്സാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കുക്കിങ്ങിലോട്ട് പോകും. നെക്സ്റ്റ് നമ്മളൊരു പാൻ എടുത്തു, അത് ഒന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് ഒരു ഇത്തിരി നമ്മുടെ മിൽമയുടെ ബട്ടർ ഒന്ന് ആഡ് ചെയ്തു. ഓക്കെ, അതൊന്ന് ഫുള്ളായിട്ട് മെൽറ്റ് ആവട്ടെ. ഓക്കെ, നമുക്ക് അതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ആൻഡ് ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇത്തിരി കോക്കനട്ട് ഓയിൽ കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. തൈരാണ് കേട്ടോ. ചിക്കൻ വെച്ച് കൊടുത്തു. അടുത്ത പീസ് അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ കുക്കാവട്ടെ. അതിലോട്ട് ഒരു ഇത്തിരിയും കൂടിയും കോക്കനട്ട് ഓയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹീറ്റ് ലോ ഹീറ്റിൽ കുക്ക് ചെയ്യും. തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്, ലോ ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. സൺഡേ ആണ്, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ഓക്കെ, സോ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കിടന്നുറങ്ങാം. ഫുഡ് കഴിച്ചു. സോ ഇനി അടുത്ത ഈവനിങ് ആണ്. ഈവനിങ് നമ്മുടെ ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളുമായിട്ട് ഈവനിങ് ആണ്. ഓക്കെ.